ബജ്രംഗ് ദളിൻ്റെ അതിക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വൈദികരെ, കന്യാസ്ത്രീകളെയും അവർക്ക് നേരെയാണ് ഈ അതിക്രമങ്ങൾ ഉണ്ടാകുന്നതിലേറെയും. അതിന് പറയുന്ന ന്യായമെന്ന് പറയുന്നത് അവർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു പൗരന് ഏത് മതത്തിൽ വിശ്വസിക്കാനുമുള്ള അവകാശം മൗലികാവകാശമായിട്ട് കൊടുത്തേക്കുന്നതാണ് ആർട്ടിക്കിൾ 25 അനുസരിച്ച്. പക്ഷേ അത് ആ ഭാഗത്തെങ്ങാനും ക്രിസ്ത്യൻ പുരോഹിതർ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ഒരുപാട് സ്കൂളുകൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അതേപോലെ തന്നെ അവർ ശുശ്രൂഷ നടത്തുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മിഷണറി പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്, ആശുപത്രികൾ നടത്തുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അവരത് യഥാർത്ഥത്തിൽ ഇന്ത്യ ആകമാനം അവർ ചെയ്യുന്ന ഒരു പണിയാണത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വെറുതെ ആവശ്യമില്ലാത്ത ഒരു ആരോപണങ്ങളാണ് പലപ്പോഴും അവരുടെ നേരിൽ ഉന്നയിക്കുന്നത്. നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിന് നടപടി വേണം, അതൊക്കെ ശരിയാണ്. അത് നടപടിയെടുക്കാൻ ബജ്രംഗ് ദളാണോ നടപടിയെടുക്കുന്നത്? ഒന്നുമല്ലല്ലോ. ഇതിപ്പോൾ എന്താണെന്നറിയോ, ബാലസോർ രൂപതയിൽപ്പെട്ട 2 വൈദികർ മലയാളികളാണ്, 2 പേരും. അത് ഒന്ന് ഫാദർ ലിജോ നിരപ്പേൽ, അതേപോലെ തന്നെ ഫാദർ വി ജോജോ. ഈ 2 പേര് അതിൽ ഫാദർ ലിജോ നിരപ്പേലാണെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് ഒഡീഷയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെയും ഇതേപോലെ ഫാദർ ജിജോയെയും കൂടെ ജോജോയും അവർ അവിടെ പോയത്, ഇവിടെ ഈ ജലേശ്വർ ജില്ലയിൽ, ഒഡീഷയിലെ ജലേശ്വർ ഡിസ്ട്രിക്റ്റിൽ ഗംഗാധർ ഗ്രാമത്തിൽ ഉള്ള പള്ളിയിലാണ് കേട്ടോ. ഗംഗാധർ മിഷൻ ചർച്ചിൽ അവരൊരു പ്രാർത്ഥനയ്ക്ക് പോയതാണ്. മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പോയതാണ് അവർ 2 കന്യാസ്ത്രീകളും ഉണ്ട്. അവർ ഈ 6-ാം തീയതി, അതായത് പറഞ്ഞാൽ ഇന്നലെ 6-ാം തീയതി അവർ ഈ 5 മണിയായപ്പോൾ ഈ പള്ളിയിൽ എത്തി അവർ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. അവരും ബാക്കി കുറേ ആളുകൾ, ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ചേർന്ന് അവിടെ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതാണ്ട് 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ അവർ ഈ പള്ളിയിലേക്ക് ഇരച്ചു കയറുകയാണ്. കയറിയിട്ട് ചെയ്ത് എന്താ, അതിന് തൊട്ട് മുമ്പ് ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഈ വൈദികരൊക്കെ വന്ന വാഹനങ്ങളുണ്ടല്ലോ അതങ്ങ് തല്ലി തകർത്തു. എന്നിട്ടാണ് ഈ പള്ളിയിലേക്ക് ഇരച്ചു കയറുന്നത്. വന്ന് കയറി ഈ 2 അച്ഛന്മാരെയും 2 വൈദികരെയും ഒതിര തല്ലി കേട്ടോ. ഏതാണ്ട് അരമണിക്കൂർ നേരം അവരെ മർദ്ദിച്ചെന്നുള്ളതാണ്. അവരുടെ ഉടുപ്പുമൊക്കെ വലിച്ചു കയറി അവരെ അതുപോലെ ഉപദ്രവിച്ചു. അത് മാത്രമല്ല, അവരുടെ 2 മൊബൈൽ ഫോണും അങ്ങ് പിടിച്ചു പറിച്ചു. ആ ഫോൺ ഇതുവരെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. യവന്മാർ ബജ്രംഗ് ദളിൻ്റെ കയ്യിലാണ്. ഇത് എന്നിട്ട് അപ്പോഴത്തേക്ക് പോലീസ് വന്നിട്ട് ഈ വൈദികരെ അവിടെ കൊന്നുപോയനെ അവരെ കേട്ടോ. അവരെ അതിൽ നിന്ന് രക്ഷിച്ച് അവർ ജീവൻ രക്ഷിച്ചുകൊണ്ട് പോകാൻ പോലീസ് വളരെ പാടുപെട്ടു. പോലീസുകാർ പറഞ്ഞത് എന്താണെന്നറിയോ, അവർ പറഞ്ഞു ഇവരെ കേസെടുക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞാണ് ഈ വൈദികരെയും കന്യാസ്ത്രീകളെയും അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ എന്നിട്ട് പോലീസ് ഇവരെ ഇത്രയും തല്ലുകയും ഈ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അവർ കേസെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലെ ഒരു കന്യാസ്ത്രീ, ആ സിസ്റ്ററുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവർ ഭയപ്പാടോടുകൂടിയാണ് അത് പറയുന്നത്. അവരുടെ പേര് പറഞ്ഞാൽ ഇനി അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായേക്കും. അവിടെ അവർക്ക് ജീവനിൽ കൊതിയുണ്ട് അവർക്ക് കേട്ടോ. അതുകൊണ്ടാണ് അവർ വളരെ ഭയന്ന് കഴിയുകയാണ്. അവർ വിറച്ച് അതുകൊണ്ട് അവർ പേര് പറയേണ്ടതെന്ന് വെച്ചാൽ ആ സിസ്റ്റർ പറഞ്ഞത് എന്താണെന്നറിയാതെ, ഇവന്മാർ പറയുന്നത്, അതായത് ഈ അടിക്കുമ്പോൾ ഇവരെല്ലാം കാല് പിടിക്കുകയാണ്, ഈ കന്യാസ്ത്രീകളും അതേപോലെ തന്നെ ആ നാട്ടുകാർ അവിടെ ഉള്ളവരും കൂടെ ഇവന്മാരുടെ ഈ അക്രമികളുടെ കാല് പിടിച്ച് അവരെ ഉപദ്രവിക്കാതിരിക്കാം. പക്ഷേ അതൊന്നും അവന്മാർ ചെവിക്കൊണ്ടില്ല. ഇവരെ അങ്ങ് തല്ലുകയാണ്, അതുപോലെ മർദ്ദിച്ച് അതുപോലെ അവശരാക്കി കൊന്നുകളഞ്ഞനെ. ഭാഗ്യത്തിന് പോലീസ് എത്തിയതുകൊണ്ട് പോലീസ് കള്ളം പറഞ്ഞാണ് ഇവരെ കൊണ്ടുവന്നത്. കാരണം പോലീസ് ഈ ബജ്രംഗ് ദളിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവന്മാർ വിളിച്ചു പറയുന്ന കാര്യം അതിലൊരു കന്യാസ്ത്രീ പറഞ്ഞത്,
എന്ന് പറഞ്ഞത് ഇവിടെ ഭരിക്കുന്നതേ BJD അല്ല ഒഡീഷ ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നത് BJP ആണ്. ക്രിസ്ത്യാനികളൊന്നും ഇവിടെ വേണ്ട. ഇതാണ് ക്രിസ്ത്യാനികളെ വേണ്ടെന്ന് പറയാൻ ഉമ്മാരാരാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രിസ്ത്യാനികൾ എന്താ മനുഷ്യരല്ലേ? ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ പൗരന്മാരല്ലേ ഈ രാജ്യത്തെ? ഇവിടെ ഏത് മനുഷ്യനും അതായത് ജീവിക്കാനുള്ള അവകാശമില്ലേ, പ്രവർത്തിക്കാനുള്ള അവകാശമില്ലേ, വർക്ക് ചെയ്യാനുള്ള അവകാശമില്ലേ, ജോലി ചെയ്യാനുള്ള അവകാശമില്ലേ? അത് ഇന്ത്യയിൽ അതായത് ഇന്ത്യൻ ടെറിട്ടറിയിൽ അതായത് നമ്മുടെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലെ എവിടെയും ആ മണ്ണ് ഉള്ള സ്ഥലത്ത് എവിടെയും ഒരു എല്ലാ മനുഷ്യർക്കും മൂവ് ചെയ്യാനുള്ള അവകാശമുണ്ട്, യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. ആർക്കും അവിടെ പോവാം. ഒഡീഷയിൽ അവിടെ കയറിക്കൂടാ എന്ന് പറയാൻ ഇവന്മാരാരാണ്? അവിടെ വേണ്ട, ക്രിസ്ത്യാനികളെ വേണ്ട എന്ന് പറയാൻ ഇവരാരാണ്? ഇത് യഥാർത്ഥത്തിൽ ഇത് BJP അവിടെ ഭരിക്കുന്നത്. അത് ആലോചിച്ചോണം. ശരിയാണ്, ഒഡീഷ ഭരിക്കുന്നത് BJD അല്ല, BJP ആണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് ആ കാണുന്നതൊക്കെ കേട്ടോ. ഇവിടെ കെട്ടിപ്പിടുത്തവും പ്രീണനവും കേക്ക് കൊടുപ്പും അതുപോലെ മാതാവിന് പട്ടുമളയും കിരീടവും എല്ലാം കൊടുക്കും, ഇതെല്ലാം ചെയ്യും. ഇവിടെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിയും തൊഴിയും ഇടിയാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കന്യാസ്ത്രീകളെ നമ്മൾ കണ്ടാണല്ലോ. അവർക്ക് മതം പരിവർത്തനം തെളിയിക്കാൻ ഒക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ എന്താണ്, പെട്ടെന്നൊരടവങ്ങെടുത്തത്. അതായത് മനുഷ്യക്കടത്ത്. ഇതാണ്, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോക്ക്. ഏതായാലും ഇവിടെ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞാണ് ഇവർ ഉപദ്രവിച്ചേക്കുന്നത്, ഈ വൈദികരെ അടിച്ചേക്കുന്നത്, അവരെ മർദ്ദിച്ചത്. അവർ മതപരിവർത്തനം അങ്ങനെ നടത്തിയതാണ്. അവിടെ പ്രാർത്ഥിച്ചതല്ലേ, അവരുടെ പള്ളിയിലല്ലേ. അവിടെ പള്ളിക്കകത്ത് അവരുടെ പള്ളിയിൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ലേ? ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ഉണ്ടോ? ഇനി ഒഡീഷ എന്ന് പറയുന്ന അവിടുന്ന് എത്ര അമ്മമാർ ഇവിടെ കടന്നു വരും? ഒഡീഷക്കാർ ഇവിടെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. ആ ചെയ്തിട്ട് അമ്മമാർ ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒഡീഷയിൽ നിന്നാണ്. അവിടെ ഈ കഞ്ചാവ് കൃഷിയൊക്കെ ഉള്ളൂ അമ്മമാർക്ക്, അല്ലാതെ ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ബജറംഗദൾ എന്ന് പറഞ്ഞ് അങ്ങ് നടക്കുകയാണ് കുറേ. ഇതാണ് വന്നേക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവി തന്നെ അവതാളത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് കണ്ണ് തുറന്ന് കാണണം. കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഒഡീഷ സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഇത് കണ്ണ് തുറന്ന് കാണണം. ഇങ്ങനെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ പ്രസ്ഥാനം ഇതേപോലെ അഴിച്ചുവിടരുത്. NDAയുടെ ഒരു ഭാഗമാണല്ലോ അവർ. ഏതായാലും ആ രീതിയിൽ ഒരു ശ്രദ്ധ അതിൽ വേണം. ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധ വേണം. ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതാ വേണ്ടത്. കാരണം ഇവർക്ക് മിഷണറി പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ, ഭാവിയിൽ ഉള്ള രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ ഒരുപാട് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ്. അവരെ അങ്ങനെ അത് വിദ്യാഭ്യാസത്തിലായാലും അതുപോലെ തന്നെ ഈ ചികിത്സാ രംഗത്തായാലും ഒക്കെ അവർ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ്. അവരെ ഇതുപോലെ എടുത്തിട്ട് തെരുവിലിട്ട് അടിക്കാനുള്ളതല്ല. അത് ആലോചിക്കണം. അവർക്ക് അവരുടെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ അവർക്ക് അവകാശമില്ലേ? അവിടെ കടന്നു കയറിയ യവന്മാർക്കെതിരെ കേസെടുക്കണ്ടേ? അതല്ലേ ആദ്യം ചെയ്യേണ്ടത്? യവനെയൊക്കെ പിടിച്ച് തുറുങ്കിലടയ്ക്കണ്ടേ? അതിനുള്ള നട്ടെല്ല് ഒഡീഷ ഗവൺമെൻറ്റിന് വേണം. ഒരിക്കൽ ഒരു വൈദികനെയും അയാളുടെ മക്കളെയും കൂടെ എടുത്തിട്ട് ചുട്ട സ്ഥലമാണ്, വാഹനത്തിലിട്ട് കത്തിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. ഒരു മിഷണറി പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടതാണ്. അത് ഇനി ആവർത്തിക്കരുത്. ഇതിപ്പോൾ ഇന്നലെ നടന്നതിനെ പോലീസുകാർ അവിടെ വന്ന് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ